അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ മൻസൂർ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ അല്പജ്ഞാനി എന്ന് വിശേഷിപ്പിക്കാവുന്ന, സ്വന്തം ഒന്നും അറിയാതെ ശരിക്ക് ഒരു കിതാബിൻ്റെ ഇബാറത്ത് പോലും തെറ്റാതെ വായിക്കാൻ അറിയാത്ത നല്ല യൂട്യൂബറായ, ട്രോളാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന, ആരെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് പ്രസംഗം ഉണ്ടാക്കുന്ന, ചർച്ചാ വിഷയം ഉണ്ടാക്കുന്ന, മുറിയുള്ളിടത്താണ് ഈച്ചക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ അതിരി മുറി അന്വേഷിച്ച് നടക്കുന്ന വഹാബിയാണ് ഈ മൻസൂർ. ഇവന് ഇപ്പോൾ ഒരു പുതിയൊരു അടവെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇവൻ പറഞ്ഞിട്ട് ആൾക്കാർ കേൾക്കണില്ല. അപ്പോൾ ആൾക്കാരെ ആകർഷിക്കാൻ പറ്റിയ ഒന്നാണ് സ്ത്രീകളെ രംഗത്തിറക്കിയാൽ ആൾക്കാർ എന്ത് ചെയ്യും, കുറച്ചൊക്കെ ഒന്നാണ് അതിലേക്ക് ശ്രദ്ധ ചെലുത്തും. എന്നിട്ട് ഇവൻ 3-4 ചോദ്യം, ഏതൊരു ജമാദോ എന്തോ ഒരു പേരുണ്ട്. കാരണം ജാമിദൻ്റെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചത് ഇവനെ പോലത്തെവരാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സ്ത്രീയെയും കൂട്ടുപിടിച്ചിട്ട്, ഇപ്പോൾ അവൻ്റെ ഭാര്യ തന്നെയാണോന്നും അറിയില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ ഈ സ്ത്രീ ശബ്ദത്തിനുള്ള ശക്തി ഉണ്ടല്ലോ, കാന്തശക്തി ഉണ്ടല്ലോ. എന്നിട്ട് ഇവൻ എന്താണെന്നറിയോ, ഇവന് അറിയാത്തത് കൊണ്ട് പിന്നെ ഇവൻ എന്താണെന്നറിയോ, ഈ ജാഹിലിന് ആദ്യം തന്നെ ഇതൊക്കെ ഇവൻ തന്നെ വീഡിയോ ചെയ്തതാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവനെ അറിയുന്നില്ല. ഓൻ ആദ്യം പറഞ്ഞത് നോവലിൽ നിന്ന് വായിച്ച് പറയാതിരിക്കും. ഇപ്പം എന്നിട്ട് ചോദിക്കുകയാണ്, ഒരു സ്ത്രീനോട് ചോദിക്കുകയാണ്, ഇവിടെ സമസ്ത പല വിഭാഗങ്ങളുണ്ടല്ലോ, അതേതാണെന്നൊക്കെ അറിയുമോ? എന്നിട്ട് വിശദീകരിക്കുന്നുണ്ട്. സംഗതിയൊക്കെ ശരി തന്നെയാണ്. സമസ്ത APK, ദക്ഷിണ കേരള മുത്തരമ സംസ്ഥാന, ഇതൊക്കെ പറഞ്ഞു. അതിലേതാണ്, പിന്നെ ഇതിലേതാണ് ഖുർആനും ഹദീസും ജീവിക്കുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുക. പിന്നെ പറയുന്നത് എന്താണ്, മുജാഹിദും ജമാഅത്തും ഇവരുണ്ട്. എന്നിട്ട് ആദ്യം ചോദിക്കണത് മൗലൂദ് ഖുർആനിലോ ഹദീസിലോ ഒരു തെളിവുണ്ടോ? അപ്പോൾ മറ്റേ പെണ്ണ് പറയണത് ഖുർആനിലോ ഹദീസിലും തെളിവില്ല. ഇത് അംഗീകരിക്കണത് ആരാണ്? അത് മുജാഹിദും ജമാഅത്തും ആണെന്ന്. അപ്പോൾ ഈ ഒന്നിനിക്കലും ഓൻ്റെ ഭാര്യ ആയിരിക്കും. ഓൻ മുജാഹിദും ഓൻ്റെ ഭാര്യ ജമാഅത്ത് ഇസ്ലാമിനും മുജാഹിദിനെയും വെള്ളം പൂശാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരു ചോദ്യം എന്താണ്, മരിച്ചെടുത്ത് മരിച്ചതിനെ സംബന്ധിച്ച്, മരിച്ചാലുണ്ടാകുന്ന സംഗതികൾ അവിടെ ഖുർആൻ ഓതുന്നതിനെ പറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് വ്യക്തമായിട്ട് ഇങ്ങനെ 2-3 ചോദ്യം അവൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ട്, അതും എന്താണ്, മരിച്ചെടുത്ത് ഓതുന്നതൊക്കെ ഖുർആനിലോ ഹദീസിലുണ്ടോ, നബിയോ സഹാബത്തോ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അത് ചെയ്യുന്നവരാരാണ്? അത് സമസ്തക്കാർ ചെയ്യണില്ല. പിന്നെ അത് മുജാഹിദും ജമാഅത്തും, നബിദിനം മുജാഹിദും ജമാഅത്തും അവർ അത് കഴിക്കുന്നില്ല, നബി സഹാബത്തും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം വേറെ എന്താണ്, ഖബർ എത്രയാണെന്നാണ് നബി സഹാബത്തും പഠിപ്പിച്ചത്. അപ്പം ഖബർ ഈ ഒരു ചാണ്, അങ്ങനെയാണ് എല്ലാവരും ചെയ്യണതെന്ന് മറ്റേ പെണ്ണ് പറയുന്നുണ്ട്. ഒരു ചാണ് ഉയർത്തുകയാണ്. എന്നാൽ അങ്ങനെയല്ല. അപ്പോൾ ഇവന് ഒരു വിവരമുള്ള ആളാകുക, അവന് ജാഹിലാണ്, അവളോട് ചോദിച്ച് പഠിച്ചതാണ്. എന്നിട്ട് ഇപ്പം പറയാം അങ്ങനെയല്ല. പിന്നെ എന്താണ്, ചില സ്ഥലത്തൊക്കെ സുന്നികൾ ജാറങ്ങൾ കെട്ടിപ്പൊക്കുന്നുണ്ട്. സുന്നികളുടെ സമസ്തക്കാരെന്നാണ്, സുന്നികൾ പോലെയാണെന്ന് അവർ പറയും ഇപ്പം. കാരണം എന്താ വെച്ചാൽ, ഈ വഹാബിസം, സലഫിസം ഇതിനൊക്കെ എന്താണ്, അന്താരാഷ്ട്ര തലത്തിൽ തീവ്ര സംഘടനയായിട്ട് ചില ആളുകൾ കാണുന്നുണ്ട്. അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ്, യമനിലെ കാടിനൊക്കെ പറഞ്ഞയച്ച് ഇതൊക്കെ ഒരു വിഭാഗം ചെയ്തതിനായിപ്പെട്ട എല്ലാവർക്കും ചീത്തപ്പേരാണ്. ഇപ്പോൾ ആ പേര് പറയാനും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ സ്വയം നന്നാകാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞടക്കലല്ലാതെ ഈ ചങ്ങായിക്കൊക്കെ എന്താ അറിവ്? ഈ ചങ്ങായി ഇവിടെ ഈ പേനൊന്തുന്ന അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റുള്ളവരെ മുശ്രിക്കും കാഫറും തേജോപതം ചെയ്യാനും നിന്ദിക്കാനും നിസാരമാക്കാനും അല്ലാതെ എന്തിനാണ് അവരൊക്കെ വീഡിയോ ചെയ്യണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിലെ കിബർ ഇബ്ലീസിന് സംഭവിച്ചതല്ലേ. ഞാൻ വിവരസ്ഥനുള്ളൂ, മറ്റുള്ള വിവരസ്ഥനും മറ്റുള്ള മുശ്രിക്കാന്ന് പറയണത്. എൻ്റെ വിശ്വാസം ഞാൻ മുശ്രിക്കാണെന്ന് പറയുമെങ്കിൽ എന്നോട് ചോദിക്കണം, അല്ലാതെ വേഗം വീഡിയോ ചെയ്യലല്ല. അതാണ് നിങ്ങളെ മുൻ നേതാവ് KM മൗലവിയൊക്കെ പറഞ്ഞത്. ഒരാൾ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ സുജൂദ് രൂപത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു, എന്നാലും അവനെ എന്താക്കരുത്, മുശ്രിക്കാക്കരുത് എന്നാണ് ഇവരെ നേതാവ് പറയുന്നത്. ഇവരെ നേതാവ് അതാ പറഞ്ഞത്. അവന് ഒറ്റയടിക്ക് മുശ്രിക്ക് എന്ന് പറയാൻ പാടില്ല, കാരണം അവൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിലോ. ഇതുകൊണ്ട് തന്നെയാണല്ലോ ശിർക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞടിച്ച് സ്വന്തം ആൾക്കാർ നിങ്ങൾ മുശ്രിക്കാക്കൽ തുടങ്ങിയില്ലേ?
അമ്പലത്തിൽ ചെന്ന് തൗഹീദ് പറയുന്ന എന്നെ KNM മുശ്രിക്കാക്കിയില്ലേ എന്ന് പറഞ്ഞ് നടക്കല്ല ഇപ്പം മുജാഹിദ് ബാലുശ്ശേരി. എത്ര വീഡിയോയിലാണ് വന്നത്. എന്നതുപോലെ ഈ ഹക്കും ബാത്തിലും ശിർക്കും തൗഹീദും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് തർക്കിച്ചുകൊണ്ട് അവസാനം സക്കരിയ സലായി എന്ത് ചെയ്തു, ഈ ആക്സിഡൻറ്റും അങ്ങനെ മരിച്ചല്ലോ. അപ്പോൾ അതിന് അനസ് മൗലവി പറഞ്ഞെന്താണ്, ഹക്കും ബാത്തിലും വെടിവായി കഴിഞ്ഞു, നമ്മളെന്താണ് അവിടുന്ന് ജാമ്യൻ്റെ മുന്നിൽ നടത്തിയ മുബാഹല അത് തെളിഞ്ഞു, ബാത്തിലിൻ്റെ ആളെ കൊന്നു കളഞ്ഞു എന്നാണ്. ഇതിൽ സന്തോഷിക്കുക. സ്വന്തം സഹോദരനെ, ആരാണ് സഹോദരൻ എന്ന് പോലും അറിയണില്ല, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ മുശ്രിക്കാക്കിയിട്ട് ഒക്കെ നരകത്തേക്ക് പറഞ്ഞയച്ച, എന്നാൽ സ്വർഗത്തേക്ക് പറഞ്ഞയച്ച ഒരാളുണ്ട്. ആരാണ് അറിയോ? ഉമർ മൗലവി. സ്വർഗത്തിലേക്ക് കൂതിച്ച ചേതേന വേദന തീർക്കൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവർ മൗലൂദൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വ്യക്തിൻ്റെ അഭിപ്രായം എന്താണ്, ഇയാളും ആൾ സ്വർഗത്തേക്കാണ് കുതിച്ചതെങ്കിലും ഇവിടെയുള്ള സുന്നി മറ്റുള്ള അയാളല്ലാത്തവരൊക്കെ പേച്ചാളെന്നാണ്. അയാൾ മാത്രമേ മുസ്ലിം ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മുസ്ലിക്ക്. ഇ.കെ. മൗലവിയാർ മരിക്കാൻ നേരത്തെ കത്തുകൊണ്ട് എടുത്തതാണ്. ഇ.കെ. മൗലവിയാർ അസ്ലിം പ്രശ്നം, നിങ്ങൾ മുസ്ലിം ആണെന്നാൽ രക്ഷപ്പെടുന്നത്. ഇതാണോട് എൻ്റെ ഒക്കെ പാരമ്പര്യം. അതിൻ്റെ കുരുത്തക്കേട് ദുന്യാവെന്ന് തന്നെ ഫലിച്ചില്ലേ. ഇപ്പോഴും ആ കുരുത്തക്കേട് കാണുന്നില്ല. ഈ ഉമർ മൗലവിൻ്റെ മകൻ ഇപ്പം ബഷീർ സ്വാമി എന്നുള്ള ആൾക്ക് അറിയപ്പെടുന്നത് സ്വാമിയാണ്. ഇയാളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഞങ്ങളെ പെരയിൽ പഴയ കാലത്തൊക്കെ എന്താണ് തെങ്ങ് കള്ളി എത്തലുണ്ടേനി. അപ്പോൾ ഒരു ദിവസത്തെ ഞങ്ങൾക്ക് എടുത്തരല്ല, ഞങ്ങൾ ബാപ്പിയും മക്കളും എല്ലാവരും പാടെ കൂടിയിരുന്ന് എന്താണ് ലസിച്ച് കുടിക്കുമായിരുന്നു, നല്ല ആരോഗ്യത്തിന് നല്ലതെന്നപ്പം വിശദീകരിക്കുന്നത്. ഇതാണ് ഞങ്ങളെ അസിലും അടിസ്ഥാനം ഇവിടെ പറയണോ? ഇതൊക്കെ നബിയോ സാബത്തിനോ സലഫുസാലിനോ ഖുറാൻ ഹദീസിലുള്ളതാണോ? ഖുറാനുണ്ട് എന്ത്, കള്ള് കുടിക്കും, വലാത്ത കറു സ്ഥലത്ത വന്ന് സുക്കാറ കള്ളുടിച്ചാണ്ടുങ്ങളും എന്ത് ചെയ്ത് മധ്യസ്ഥന്മാരായിട്ട് ഈ സുക്കാറാക്കളായിട്ട് മസ്തായവരായിട്ട് നിസ്കാരത്തേക്ക് വരരുതെന്ന് ഉണ്ട്. എന്നാലും നിസ്കാരത്തിൽ തെപ്പുകളിലൊക്കെ കുളിച്ചാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇവനെപ്പോലെ താല്പര്യജ്ഞാനികളല്ലേ. അത് പിന്നെന്താണ്, അത് ആ വിധി ദുർബലമായി പിന്നെന്താണ് കള്ളിനെ ശക്തമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. തീരെ കുടിക്കരുതെന്ന് വെച്ചിട്ടുണ്ട്. അതൊന്നും ഇവൽക്കറിയില്ല. എന്നിട്ട് പരിയിൽ കള്ളും കച്ചവടം നടത്തിയെന്നാണ് സ്വന്തം മകൻ പറയാം. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ മകനാപ്പി പറയുന്നത്. അതാണ് കുരുത്തക്കേട് എന്നത്. ഈ സമസ്തൻ്റെ പണ്ഡിതന്മാരെങ്ങളെ വിമർശിക്കുന്നത് അത് ഓർക്കണം. അവരിവിടെ എന്തോ ചെയ്തോട്ടെ, അവർ ചെയ്യുന്നതിനൊക്കെ അവർക്ക് ലക്ഷ്യമുണ്ട്. അവർക്ക് മദഹബിൻ്റെ ഇമാമികൾ, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടുള്ള മദഹബിൻ്റെ ഇമാമികൾ അവർ രേഖപ്പെടുത്തിയത് അവർ ചെയ്തത്. എന്നിട്ട് നിങ്ങളൊരു മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്ത പറഞ്ഞൊരു പാട്ട് പാടലുണ്ടല്ലോ, അത് പ്രൗഢിയിൽ രാജോചിതമായിട്ട് അതിൻ്റെ മുമ്പ് അങ്ങനെ അത്ര രാജോചിതമായിട്ട് പരിപാടി ഇല്ലായിട്ടൊരു ചെറിയ രൂപത്തിലുള്ളതിനൊന്നാ അതേ പാടനായി തന്നെ ഉണ്ട്. അതുപോലെ അമലിൽ മൗലിദും അതിനാളുകൾ കൂടുന്നതും അതൊക്കെയും സുന്നത്തുകൾ. അതെന്താണ് ചെല്ലാത്തത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാത്രം എന്താണ് എടുക്കലേ. ഖുറാനിൽ പറഞ്ഞ പോലെ തൊമ്മൂത്തിൻ്റെ നിങ്ങളാരും മരിക്കരുത്, ഇനി ആരോടും മരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം എടുക്കുക. ശേഷം ഇല്ല അവനത്തെ മുസ്ലിം ഒന്നുണ്ട്, അത് എടുക്കും വേണ്ട. ഈ രൂപത്തിൽ അതപ്പതിച്ച അവന് അറിവില്ല എന്നുള്ള ജഹാലത്ത്, അത് എനിക്കറിയില്ല എന്ന് പോലും അറിയാത്ത ചില വിഡ്ഢികൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് ഇവിടെ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന കാര്യം. എന്നാൽ ഇവർക്ക് എല്ലാം ചെയ്യണ ഖുറാനും ഹദീസിലും നോക്കിയിട്ടാണോ? ഇവർ കല്യാണത്തിന് ചോറ് വെച്ച് വിളമ്പലുണ്ട്. അത് നബിയോ സാബത്തോ സലഫോ സാലിയോ ചെയ്തിട്ടുണ്ടോ? കല്യാണത്തിൻ്റെ അന്നേ ഒരു കല്യാണം കഴിഞ്ഞ് റസൂലുള്ള ഈ അത്തറിൻ്റെ വാസന അനുഭവപ്പെടുമ്പോൾ, എന്താ അത്തറിൻ്റെ വാസന? പെണ്ണാൾ വിവാഹം ചെയ്തിട്ടുണ്ട് നബി, എന്നാൽ ഓനെ വിളിച്ചിട്ട് നിന്നാൽ വലീമത്ത് ഉണ്ടാക്കണം എന്നാൽ അതിൻ്റെ ശേഷമാണ് സദ്യ ഉണ്ടാക്കുന്നത്. പൊരകൂടലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം. ഇന്ന് വഹാബികൾ അതാണ് ചെയ്യണത്. നബിക്കോ സാബത്തിനോ സലഫ് സാലിയിലോ പതിവില്ല. മരിച്ച കഥ പറയാം. മരിച്ചു കൊടുത്ത് അള്ളാഹു സബ്ബിത്തോ ഇന്ദ സുഹാൽ അള്ളാഹു അൽഹിമുൽ ജവാബ് അള്ളാഹു ജാബുൽ ഖബർ അഞ്ചമ്പൈ. ഇത് നബിയോ സാബത്തോ സലഫ് സാലിയോ ചെയ്തിട്ടുണ്ട്? നബിയോ സാബത്ത് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ നബിയും സാബത്തും ഖുർആനിലും ഹദീസിലുള്ളത് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഇറങ്ങി ചെന്നാലൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പെണ്ണുങ്ങളോട് ചോദിച്ച് സംശയം തീർക്കേണ്ടി വന്നത്. കാരണം എന്താ വെച്ചാൽ ആണുങ്ങളത് ചിലപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ പടായി എല്ലാവർക്കും അറിയാം. ഏതൊരു പെണ്ണ് കേൾക്കുമ്പം പെണ്ണുങ്ങളാണല്ലോ അവരെ മുന്നിലേക്ക് ഇങ്ങനെ കയറ്റിക്കണത്. അപ്പോൾ പെണ്ണിൻ്റെ ശബ്ദം കേട്ടാൽ ആൾക്കാരേക്ക് കിട്ടുന്നുള്ള ആൾക്കാണ് ഇപ്പോൾ ഇവൻ ഇറങ്ങിയത്. ഇത്തരം ഈ കരിഞ്ചന്തകളെ നമ്മൾ സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കേൾക്കാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അസ്സലാമു അലൈക്കും.